ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ഗോപിക മയക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൾക്കരികിൽ അവളെ ചുറ്റിപ്പിടിച്ച് ദയയും കിടപ്പുണ്ടായിരുന്നു. ഗോപികയ്ക്ക് അത്ഭുതം തോന്നി. ആരുടെയും കണ്ണിൽ പെടാതെ ഒളിഞ്ഞു നടക്കുന്നവളാണ്. ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയാമെന്ന് പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പോലും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവളാണ്. എന്നിട്ടിതാ മറ്റൊരു വീട്ടിൽ മറ്റൊരാളുടെ മുറിയിൽ തനിക്ക് കൂട്ടുകിടന്നിരിക്കുന്നു. തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദയയുടെ കൈകൾ പതിയെ എടുത്തു മാറ്റി ഗോപിക ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. കോണിപ്പടികൾ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ബാൽക്കണിയിലെ കൈവരിയിലേക്ക് ഇരു കാലുകളും കയറ്റി വച്ചിരിക്കുന്ന ശരണിനെ അവൾ ശ്രദ്ധിച്ചത്. പതിയെ ശരണിനരികിലേക്ക് പമ്മി പമ്മി ചുവടുകൾ വെച്ചവൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ബാൽക്കണി വാതിൽ ചാരി അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഗോപികയുടെ വരവിൽ ശരൺ ഒരു മാത്രം ഞെട്ടി. മെല്ലെ മുഖത്തെ നടുക്കം മാറി ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഒപ്പം കണ്ണുകളിൽ നേർത്തൊരു നീർത്തിളക്കവും. ശരണിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് തനിക്ക് വേണ്ടിയാണെന്ന അറിവിൽ ഗോപിക അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ പേടിച്ചുപോയി. ഗോപിക അടർന്നു മാറിയപ്പോൾ ശരൺ വേദനയോടെ പറഞ്ഞു. എന്തിന്? ഇതിടയ്ക്കിടെ ഉണ്ടാവാറുള്ളതല്ലേ? അലിവോടെ ശരണിൻ്റെ വലത് കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചവൾ ചോദിച്ചതിനടുത്ത നിമിഷം അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി ഗോപികയെ മുറുകെ ചുറ്റിപ്പിടിച്ചു. ഇങ്ങനെ റേസ് ആകരുതെന്ന് എപ്പോഴും ഞാനും ഏട്ടനും പറയാറില്ലേ? നേർത്ത ശബ്ദത്തിൽ ശരൺ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ കൈപ്പിടിയിലിരുന്ന് പുളഞ്ഞുകൊണ്ടിരുന്നു. ശരണിൻ്റെ ചുണ്ടുകളുടെ ചലനം അവളുടെ ചർമ്മത്തെ ഇക്കിളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഗോപികയെ തിരക്കി വന്നതായിരുന്നു ശ്രീറാം. കോണിപ്പടികൾ കയറി മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഗോപികയുടെ കളിച്ചിരികൾ ചെവികളിൽ മുഴങ്ങിയത്. യാന്ത്രികമായി മിഴികൾ വാതിലിനിടയിലൂടെ ബാൽക്കണിയിലേക്ക് നീണ്ടു. അവിടെ പരസ്പരം പുണർന്നിരിക്കുന്ന ശരണിനെയും ഗോപികയെയും കണ്ടവൻ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും സമചിത്തത വീണ്ടെടുത്ത് അവരെ ശല്യപ്പെടുത്താതെ ഒരു ചിരിയോടെ തൻ്റെ മുറി ലക്ഷ്യത്തിലാക്കി നടന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ ആദ്യം നോട്ടം ചെന്ന് വീണത് കട്ടിലിൽ കാലുകൾ രണ്ടും മടക്കി ചുരുണ്ടുകൂടി കിടക്കുന്ന ദയയിലായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി ശ്രീറാം അവളെ ആകെ തുകയൊന്ന് നോക്കി. ഗാഠനിദ്രയിലാണ് കക്ഷി. ഗോപിക എഴുന്നേറ്റ് പോയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഫാൻ അത്യധികം വേഗത്തിൽ കറങ്ങുന്നത് കൊണ്ട് നല്ല കാറ്റുണ്ട്. തണുക്കുന്നതിനാലാവണം ഇങ്ങനെ ചുരുണ്ടുകൂടെ കിടക്കുന്നത്. ശ്രീറാം ചിന്തിച്ചു. ഒന്ന് കുഴഞ്ഞ് സ്ഥാനം തെറ്റിക്കിടന്ന ദയയുടെ ധാവണിശീല നേരെ പിടിച്ചിട്ടവൻ പുതപ്പെടുത്ത് അവളെ നെഞ്ചോളം പുതപ്പിച്ചു. ശേഷം മേശപ്പുറത്ത് നിന്നും തൻ്റെ ഫോണും ഹെഡ്സെറ്റും എടുത്ത് ദയ കിടക്കുന്നതിൻ്റെ എതിർവശത്തായി വന്നിരുന്നു. ഇടയ്ക്ക് ഫോൺ വന്ന കോളിൻ്റെ റിങ് കേട്ട് ദയൊന്ന് കുറുകി. അവളുടെ മുഖം ചുളിഞ്ഞു. ദയ ഉണരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായാലും ശ്രീറാം അവൾക്കരികിലേക്ക് ചാഞ്ഞിരുന്ന് വളരെ പതിയെ അവളുടെ മൂർധാവിൽ തഴുകിക്കൊടുത്തു. എന്തുകൊണ്ടോ അയാൾക്ക് അവളുടെ നിദ്രയെ തടസ്സപ്പെടുത്താൻ തോന്നിയില്ല. ദയ വീണ്ടും സുഖനിദ്രയിലേക്ക് ഊളിയിട്ടതറിഞ്ഞതും ശ്രീറാം തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. അച്ഛാ, എനിക്കൊരൂട്ടം പറയാനുണ്ടായി. പത്രത്താളിലെ അക്ഷരങ്ങളിലൂടെ സൂക്ഷ്മതയോടെ മിഴികൾ ഓടിക്കുന്ന പ്രഭാകരവർമ്മയ്ക്കരികിൽ ചെന്ന് നിന്ന് സാവിത്രി ഭവ്യതയോടെ പറഞ്ഞു നിർത്തി. മുഖത്തെ കണ്ണടക്കിടയിലൂടെ സാവിത്രിയെയും അവർക്ക് പിന്നിലുള്ള രവീന്ദ്രനെയും ഒന്ന് നോക്കി അദ്ദേഹം ഇരുവരോടും തനിക്ക് മുന്നിലുള്ള മരക്കസേരയിലേക്ക് ഇരിക്കാനായി ആവശ്യപ്പെട്ടു. പറഞ്ഞോളൂ. അച്ഛാ, കണ്ണനുമായുള്ള സ്വാതിയുടെ വിവാഹം അടുത്ത് തന്നെ നിശ്ചയിക്കണം. സാവിത്രി ശഠിച്ചു. ഇത് നീ എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം സാവിത്രി? ഞാനാണോ പ്രായപൂർത്തിയായ 2 കുട്ടികളുടെ വിവാഹം തീരുമാനിക്കേണ്ടത്? അവർക്ക് താല്പര്യമുണ്ടെച്ചാൽ നടത്തി കൊടുക്കാം. താല്പര്യമുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ ആവശ്യം അച്ഛനോട് പറഞ്ഞത്? രവീന്ദ്രൻ അല്പം നീരസത്തോടെ പറഞ്ഞു. പ്രഭാകരവർമ്മയുടെ തണുപ്പൻ മട്ടിലുള്ള പ്രതികരണം അയാളെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തൻ്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു പോകുമോ എന്ന മനോസംഘർഷവും. കണ്ണന് താല്പര്യമില്ല എന്നാണല്ലോ രവീന്ദ്ര ഗോപു പറഞ്ഞത്. മാത്രമല്ല അവന് ദച്ചുവിനെയാണ് ഇഷ്ടമെന്നും കുട്ടി പറഞ്ഞു. അതവളുടെ പക്വതക്കുറവ് കൊണ്ട് വിളിച്ചു പറയണതാച്ചാ. സ്വാതി കണ്ണനോട് സംസാരിച്ചിരുന്നു.
അവന് ദയയോട് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. എന്നവൻ പറഞ്ഞുവോ? അങ്ങനെയല്ല അച്ഛാ. സ്വാതി ചോദിച്ചു അത്ര ദയയെ ഇഷ്ടമാണോന്ന്. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല പോലും. ഇഷ്ടമുണ്ട് അച്ഛാ, അവൻ പറയായിരുന്നില്ലേ സ്വാതിയോട്? അല്ലെങ്കിലും അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ രീതികൾക്കും ജോലിക്കും സ്റ്റാറ്റസിനും ചേർന്ന പെണ്ണാണോ അവള്? ഇപ്പം അവളോട് സഹതാപം തോന്നി അതങ്ങോട്ട് നടത്തി കൊടുത്തുവച്ചാലും ആദ്യത്തെ പുതുമ അങ്ങ് അവസാനിക്കുമ്പം കണ്ണനും തോന്നും വേണ്ടായിരുന്നു എന്ന്. 10 പോലും കടക്കാത്ത അവളും ബിരുദാനന്തരം കഴിഞ്ഞ അവനും രാവും പകലും പോലെ വ്യത്യസ്തരല്ലേ അച്ഛാ? ദച്ചുവിനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് ടൗണീന്നാ. സ്വാതിമോളുടെ വിവാഹം നടത്തുമ്പോൾ അവളുടെ എങ്ങനെയാണ് നടത്താതിരിക്കുക? എനിക്ക് രണ്ടാളും ഒരുപോലെയല്ലേ? ഒരച്ഛൻ്റെ കരുതൽ എന്ന പോൽ കപട സ്നേഹം നിറഞ്ഞ് രവീന്ദ്രൻ്റെ വാക്കുകളിൽ. പ്രഭാകരവർമ്മ രവീന്ദ്രനെ നോക്കി ഒന്ന് മൂളി. ഞാൻ എന്നാ അവരോട് പറയട്ടെ, നാളെ ഇങ്ങടേക്ക് വരാൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചാൽ പിന്നെ രണ്ടാളുടെ വിവാഹം വേഗത്തിലാക്കാലോ. തിടുക്കം കൂട്ടണ്ട രവീന്ദ്ര, ഞാൻ ശേഖരനോടും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. ഏട്ടനോട് ഞാൻ സംസാരിച്ചോളാച്ചാ. സ്വാതിയുടെ കാര്യം കൂടി പറയണമല്ലോ. എന്താച്ചാ ചെയ്തോളാം. താൻ ആശിച്ച വാക്കുകൾ കേട്ട സംതൃപ്തിയിൽ രവീന്ദ്രൻ ഉള്ളാലെ മതിമറന്ന് സന്തോഷിച്ചു. സാവിത്രിക്കും അതേ ആനന്ദം തോന്നി. പ്രതീക്ഷിച്ച രീതിയിലെല്ലാം കാര്യങ്ങൾ വന്നടുത്തതിൻ്റെ പരമാനന്ദം. ശരണും ഗോപുവും ഏട്ടനും ഒക്കെ എവിടെ മഹിയമ്മേ? എല്ലാവരും മുകളിലുണ്ടിച്ചു. ഗോപുവിന് പെട്ടെന്നൊന്ന് വയ്യാണ്ടായി. ചായ്പിലെ അടുക്കളയിലേക്ക് കയറിയ കൈലാസിനെയും സ്വാതിയെയും നോക്കി നിരാശയോടെ മഹിയമ്മ പറഞ്ഞു. കൈലാസിൻ്റെ മുഖം വിളറി. ആകുലതയോടെ അവൻ അവരെ നോക്കി ചോദിച്ചു, എന്ത് പറ്റി മഹിയമ്മേ? നീ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് എണീറ്റിട്ടില്ലെന്ന് തോന്നണു. ശ്രീയുടെ മുറിയിലുണ്ടാവും, പോയി കണ്ടിട്ട് വാ. കൈലാസ് ധൃതി പിടിച്ച് മുകളിലേക്കുള്ള കോണിപ്പടികൾ പാഞ്ഞു കയറിയപ്പോൾ സ്വാതി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം അവിടെ തന്നെ താളം ചവിട്ടി നിന്നു. ഗോപുവിനെ പ്രതീക്ഷിച്ച് മുറിയിലേക്ക് കയറിയ കൈലാസ് കണ്ടത് കട്ടിലിൻ്റെ ഹെഡ് ബോർഡിലേക്ക് തല ചായ്ച്ച് മയങ്ങുന്ന ശ്രീറാമിനെയും അവനരികിൽ പുതച്ചുമൂടി ഉറങ്ങിക്കിടക്കുന്ന ദയയുമായിരുന്നു. ശ്രീറാമിൻ്റെ ഒരു കൈ അപ്പോഴും ദയയുടെ ശിരസിന് മീതെ അമർന്നിരിപ്പുണ്ടായി. അത്തരമൊരു കാഴ്ച പ്രതീക്ഷിക്കാത്തതിനാലാവണം ആ സാഹചര്യത്തിൽ കൈലാസിന് വല്ലാതെ ദേഷ്യം വന്നു. കൈലാസിന് പിന്നാലെ കയറി വന്ന സ്വാതിയും ആ കാഴ്ച കണ്ടമ്പരന്നു. ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ആ രോഷമടക്കാൻ അവൾ നന്നേ പാടുപെട്ടു. കാരണം ദയയെ ഒരു നോട്ടം കൊണ്ടുപോലും ആരും പരിഗണിക്കുന്നത് അവൾക്കിഷ്ടമല്ല. ദയയുടെ മിഴികളിൽ നിറയുന്ന കണ്ണീരും ഭയവും വേദനകളുമായിരുന്നു അവളുടെയും സിദ്ധാർത്ഥിൻ്റെയും ലഹരി. ചുരുക്കി പറഞ്ഞാൽ സ്നേഹവും കരുണയും ഒഴിച്ച് ബാക്കി വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാൻ ആവശ്യമായൊരു മനുഷ്യപ്പാവയായിരുന്നു അവിടെയുള്ളവർക്ക് ദയാദുർഗ എന്ന സാധുപെണ്ണ്. ഇന്നവൾ പരിഗണിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു, സ്വസ്ഥമായി ഉറങ്ങുന്നു. ചുറ്റും കൂടി നിൽക്കുന്നവർക്കിടയിൽ അവൾക്ക് തന്നേക്കാൾ സ്ഥാനവും ലഭിക്കുന്നു. സ്വാതി തൻ്റെ കൈമുഷ്ടികൾ ചുരുട്ടി പിടിച്ചു നിന്നു. ഈ നിമിഷം അവൾക്ക് ചുറ്റിലും ആരുമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ ദയയെ വെട്ടിനുറുക്കിയേനെ. ആ വേദന കണ്ട് രസിച്ചേനെ. ഏട്ടാ! ബാൽക്കണിയിൽ നിന്നും ഗോപിക ഓടി വന്ന് കൈലാസിൻ്റെ കയ്യിൽ തൂങ്ങി. അവനൊന്ന് ഞെട്ടി. സ്വാതിയും. ഇതുവരെ മറ്റേതോ ലോകത്തായിരുന്നു ഇരുവരും. നീ എന്തവിടെ സ്റ്റക്കായി നിൽക്കുന്നത്? ശരൺ ചോദിച്ചു. കൈലാസിൻ്റെ കണ്ണുകൾ മുറിയിലേക്ക് നീണ്ടു. അവയെ പിന്തുടർന്ന് ഗോപികയുടെയും ശരണിൻ്റെയും. അടിപൊളി! ഗോപിക പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു. ശരണും. ഉള്ളിലെ കളങ്കമില്ലാത്തതിനാലാവണം കൈലാസിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കാതെ പോയി. ശരണിനെയും ഗോപികയെയും സംബന്ധിച്ചിടത്തോളം ശ്രീറാമും ദയയും അത്രമേലാഴത്തിൽ അവരുടെ ഹൃദയത്തോട് ഇഴകിച്ചേർന്ന 2 വ്യക്തികളാണ്. മറ്റാരേക്കാളും ഏറെയായി അവരെ മനസ്സിലാക്കാൻ ഇരുവർക്കും സാധിച്ചതുകൊണ്ടായിരിക്കണം അനാവശ്യമായൊരു ചിന്ത അവർക്കുള്ളിൽ കൂടുകൂട്ടാതിരുന്നത്. ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ കൂടെ കിടന്നുറങ്ങിയതാ പാവം. എഴുന്നേറ്റപ്പം വിളിക്കാൻ തോന്നിയില്ല. വല്ലപ്പോഴും ആയിരിക്കും ഇങ്ങനെ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങുന്നത്. പറഞ്ഞുകൊണ്ടവൾ സ്വാതിയെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. പക്ഷേ ഏട്ടനൊപ്പം വന്നിരുന്നുവോ? ഗോപിക ചൂണ്ടുവിരലിനാൽ താടിത്തുമ്പിൽ തട്ടി പതിഞ്ഞ ശബ്ദത്തിൽ തന്നെത്താൻ ചോദിച്ചു. അയ്യോ, നമ്മളെ കണ്ടു കാണുമോ? ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ടവൾ വെപ്രാളത്തോടെ ശരണിനെ നോക്കി. അതെന്താ നിങ്ങളെ കണ്ടാൽ? സ്വാതി തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ഗോപിക അത് മുഖവുരക്കെടുത്തില്ല. ഗോപികയുടെ ഒച്ച കേട്ടാണ് ശ്രീറാം ഉറക്കം ഞെട്ടിയത്. 2 കൈകളും നിവർത്തിയൊന്ന് ഞെളിഞ്ഞവൻ വാതിൽക്കൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി.
ശ്രീറാം എന്തോ ചോദിക്കാൻ മുതിർന്നതും ഗോപിക ചൂണ്ടുവിരലാൽ അവളുടെ ചുണ്ടിൽ കൈവച്ച് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. ശേഷം ശബ്ദമുണ്ടാക്കാതെ അവനരികിൽ ചെന്ന് നിന്ന് സ്വകാര്യമായി അവൻ്റെ കാതുകളിൽ പറഞ്ഞു, അവൾ ഉറങ്ങിക്കോട്ടെ ഏട്ടാ, ശല്യം ചെയ്യണ്ട, ഞങ്ങൾ താഴെ ഉണ്ടാവും. അവൾ ഉണരുമ്പോൾ ഏട്ടൻ അവളെയും കൂട്ടി വന്നാൽ മതി. തിരികെ പോകാനൊരുങ്ങിയ ഗോപികയുടെ കൈത്തണ്ടയിൽ പിടിച്ചു തടഞ്ഞ് ശ്രീറാം അവളെ നോക്കി കുസൃതി കലർന്ന ചിരിയോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാൻ കണ്ടു. ഗോപിക ജാളിതയോടെ ഇളിച്ചു. പിന്നീട് അവനിൽ നിന്നും കൈ വേർപെടുത്തി പുറത്തേക്ക് പാഞ്ഞ് ശരണിനെയും കൊണ്ട് താഴേക്കിറങ്ങി. പിന്നാലെ കൈലാസും സ്വാതിയും. അവളുടെ ഓട്ടം കണ്ട് ശ്രീറാം പൊട്ടിച്ചിരിച്ചു. ഉറക്കത്തിൽ അത് ശ്രവിച്ചപ്പോൾ ദയയുടെ ഉടൽ ഒന്ന് വെട്ടിവിറച്ചു. ഞെട്ടി ഉണർന്നവൾ കിടക്കയിൽ കിതപ്പോടെ ഇരുന്നു. വികസിച്ച കണ്ണുകളിലെ നേത്രഗോളങ്ങൾ വേപതുവോടെ ചുറ്റിലും അലഞ്ഞു. ഒടുക്കം ശ്രീറാമിനെ കണ്ടപ്പോൾ അല്പം ആശ്വാസത്തോടെ ദയ ദീർഘമായി നിശ്വസിച്ചു. കണ്ടുകൊണ്ടിരുന്ന സ്വപ്നത്തിൽ രവീന്ദ്രനായിരുന്നു. ആരുമില്ലാത്ത നേരത്ത് തൻ്റെ മുറിയിലേക്ക് ഒളിച്ചു കയറി ഒരു സർപ്പത്തെ പോലെ തന്നെ ഉടലോടെ ചുറ്റി വരിഞ്ഞ നിമിഷം. തൻ്റെ കണ്ണുകളിലെ ഭീതി ഒരു ഉന്മാദിയെപ്പോലെ നോക്കി നിന്ന അയാളുടെ പൈശാചികമായ മുഖം. നിലയില്ലാ ചുഴിയിൽ അകപ്പെട്ട് ശ്വാസം മുട്ടുമ്പോൾ തനിക്ക് മുന്നിൽ നിന്ന് അയാൾ ക്രൂരമായി അട്ടഹസിക്കുന്നു. ശ്രീറാമിൻ്റെ ശബ്ദം കേട്ടവൾ രവീന്ദ്രനാണെന്ന് തെറ്റിദ്ധരിച്ചു കാണണം. വർഷങ്ങളായി കണ്ണൊന്നു മാളിയാൽ ഇതാണ് സ്വപ്നം. എന്നാണ് ഒരു മോചനം? അങ്ങനെയൊന്നും ഉണ്ടാകുമോ? ഇല്ല, മരണം വരെ വേട്ടയാടും, സ്വബോധത്തിലും നിദ്രയിലും. ഒന്നും മനസ്സിലാകാതെ ദയയെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു ശ്രീറാം. അവൾ തീർത്തും നിശ്ചലയാണ്. അവൻ പതിയെ ദയയുടെ ചുമലിൽ കൈവച്ചു. ഉടനടി ദയ പിന്തിരിഞ്ഞു. ബുദ്ധി മന്ദിച്ചവളെപ്പോലെ ഒരു നിമിഷം ശ്രീറാമിനെ ഉറ്റുനോക്കിയിരുന്നവൾ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ശ്രീറാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. മിഴികൾ കൂർത്തു. എന്താടോ? ചോദ്യത്തോടെ ശ്രീറാം ദയയുടെ കവിളിൽ തട്ടി. യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ ദയ പിടഞ്ഞു. വെപ്രാളപ്പെട്ട് കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റവൾ അകലേക്ക് മാറി നിന്നു. ഞാൻ സ്വപ്നം, ഗോപിക. വിയർത്തൊലിച്ച കഴുത്തിൻ തടം ഉള്ളം കൈയാൽ തുടച്ചവൾ ചുറ്റും ഗോപിക കൈമിഴികൾ ഓടിച്ചു. എന്താണ് കുട്ടി പിച്ചും പേയും പറയുന്നത്? ശ്രീറാം മന്ദഹസിച്ചു. അതിപ്രസാദം നിറഞ്ഞ അവൻ്റെ ആ ചിരിയിൽ ഒരു നിമിഷം ലയിച്ചു നിന്നു അവൾ. തീക്ഷ്ണമായ അഗ്നിയിൽ ഉരുകിയൊലിക്കുന്ന ഹൃദയത്തിനു മീതെ നേർത്തൊരു മഞ്ഞുകണം ഉറ്റുവീണ പോന്നിരിയൊരു സുഖം. ഞാൻ ഒന്നുമില്ല, എന്താ അവിടെ? അവൾ എന്നെ പിറകി ചോദിച്ചു. ഞാനോ? കുസൃതിയോടെയാണെങ്കിലും ശ്രീറാം അവൾക്ക് മുന്നിൽ ഗൗരവം നടിച്ചു. കാര്യം നിങ്ങളുടെ തറവാടിനോട് ചേർന്ന ചായ്പാണിതെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഈ മുറി എനിക്കായി ഇവിടെയുള്ളൊരു വിട്ടു തന്നതായിരുന്നു. പെട്ടെന്നാണ് താൻ ചോദിച്ച ചോദ്യത്തിലെ അപാകത ദയയ്ക്ക് പിടികിട്ടിയത്. അയാളുടെ മുറിയിൽ വന്നിട്ട് അയാളോട് തന്നെ ചോദിച്ചിരിക്കുന്നു എന്താ ഇവിടെയെന്ന്. ഇത്രയ്ക്കും ബുദ്ധിശൂന്യായി പോയോ താൻ? സ്വയം പരിതപിച്ചുകൊണ്ട് ദയ എളിഭ്യതയോടെ മുഖം താഴ്ത്തി.